എല്ലാവർക്കും ബാബൂസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ്ചറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഹോളും ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ കടലമാവാണ് എടുക്കുന്നത്. 500 ഗ്രാം കടലമാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കുഴക്കാനാണ്, അതുകൊണ്ട് വലിയ പാത്രം എടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ തന്നെ ആക്കിയെടുക്കണം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ബോൾസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാറ്റി വെക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി മാവ് പോലെയാണ് ആക്കുന്നത്. അത് നമ്മൾ ഈ ലഡുവിൻ്റെ മാവ് പോലെയാണ് ആക്കുന്നത്. അതിനാണ് അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്. ഇതിനി പെട്ടെന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ചുകൂടെ ആയാൽ നമുക്ക് മാറ്റി വെക്കണം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പൊടി വെച്ചിരുന്നു. അതിൽ വെള്ളം ചേർത്ത് ഇതുപോലെ നമ്മുടെ ലഡുവിൻ്റെ മാവ് പോലെ ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ പാനിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ചെറുമണിക്കടല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നമ്മുടെ എണ്ണ ചൂടായിട്ടാണ് നമ്മുടെ ചെറുമണിക്കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് റെഡിയായി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതുവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ പ്രത്യേകിച്ച് കരിയാതെ നോക്കണം. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെറുമണിക്കടല ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നമ്മുടെ ചെറുമണിക്കടല പോലെ തന്നെ വറുത്തെടുക്കാനാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതും നമ്മുടെ ചെറുമണിക്കടല പോലെ തന്നെ കരിയാതെ നോക്കണം. നിലക്കടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
റെഡിയായി വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി തൊലിയോടെ ഒന്ന് ചെറുതായി ചതച്ചാൽ മതി. ചതച്ചിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ബാക്കിയുള്ളത് വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഇതും വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ വെളുത്തുള്ളി മിക്സ്ചറിൽ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇത് റെഡിയായി വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതും റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ വലിയുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും മിക്സ്ചറിലേക്ക് ഇടുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാനാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മളെ ബിരിയാണിയിലെ പോലെ തന്നെയാണ് എല്ലാം വറുത്തെടുക്കുന്നത്. ഇതൊരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മളുടെ ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു മാവ് മാറ്റി വെച്ചിരുന്നു. അത് ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു പാത്രം വെച്ച് ഇങ്ങനെ കറക്കി കൊടുക്കാം. നമ്മൾ ലഡു റെസിപ്പി പോലെ തന്നെയാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ തയ്യാറാക്കി എടുക്കണം. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ മിക്സ്ചറിൻ്റെ മാവ് നമ്മളെ ഇടിയപ്പ അച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മുടെ എണ്ണയിലേക്ക് ഇതുപോലെ കറക്കിയെടുക്കാം. പല പല ഷേപ്പിലും കിട്ടും. നമ്മൾ ലാസ്റ്റ് പൊടിക്കും, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നമുക്ക് മുഴുവൻ തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി എടുത്തത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബോൾസിന് കൂടെ മിക്സ് ചെയ്യണം. നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ മുഴുവൻ ഇപ്പം തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കരിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം വറുത്തെടുത്തത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
നന്നായിട്ട് വിതറി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ അതേ ടേസ്റ്റിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു അബദ്ധം, നമ്മുടെ ചെറുമണി കടല ഇതിലിടണ്ട. അത് കടിക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. ബാക്കിയെല്ലാം നല്ലപോലെ കഴിക്കാം. ഇത് കുറച്ച് കട്ടിയുണ്ട്. അതുകൊണ്ട് ഇതിന് പകരം നമ്മൾ പൊട്ടുകടല ഇട്ടാൽ മതി. വേറൊരു കുഴപ്പമില്ല. അടിപൊളി മിക്സറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓളും ക്ലിക്ക് ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.